രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ ജി പൂങ്കുഴലി IPS അന്വേഷണ ചുമതല. അതിജീവിതയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുലിന്റെ നീക്കം. നമ്മുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. സലിം മാലിക് ഒപ്പം നിഖിൽ പ്രമേഷ്. ആദ്യം സലിം മാലിക്കിലേക്കാണ്. സലിം, ഏറ്റവും പ്രധാനം രണ്ടാമത്തെ കേസിൽ അന്വേഷണ സംഘം ആരാണ് എന്നതിന് വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ അതിജീവിത മൊഴി രേഖപ്പെടുത്താമെന്നുള്ളത് ഇന്നലെ തന്നെ സന്നദ്ധത അറിയിച്ചതാണ്. അങ്ങനെ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും, ആരാകും അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക? അനുജ, ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസ് അന്വേഷിക്കുക. നിലവിൽ KPCCക്ക് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCC തന്നെയാണ് ആ പരാതി DGPക്ക് ഫോർവേഡ് ചെയ്ത് നൽകിയത്. അവിടെ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP ഈ പരാതി കൈമാറുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മെയിലിൽ കൂടി തന്നെ മൊഴി രേഖപ്പെടുത്താൻ എത്തുമോ എന്ന് അതിജീവിതയോട് ചോദിച്ചിരുന്നു. അതിന് മൊഴി നൽകാൻ തയ്യാറെന്നറിയിച്ചതിനെ തുടർന്നാണ് ബാക്കി തുടർ നീക്കങ്ങൾ വളരെ വേഗത്തിൽ നടത്തുന്നത്. ഇപ്പോൾ ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം തന്നെ, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ടീം തന്നെ ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഉടൻ തന്നെ അതിജീവിതയുടെ മൊഴി കൂടി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്. അതിനിടയിൽ 9 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന് തൊട്ടരികിൽ എന്ന് പറയുമ്പോഴും അത് ഏത് നിലയിലാണ് അന്വേഷണ സംഘം നടത്തുന്ന നീക്കങ്ങൾ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിമർശിച്ച്, പോലീസിനെ വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടാൻ പോലീസിന് താല്പര്യമില്ല എന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയരുകയും ചെയ്യുകയാണ്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. കർണാടകയിലും ഒപ്പം തമിഴ്നാട്ടിലും കേരളത്തിനകത്ത് തന്നെയും ഒക്കെ അന്വേഷണം നടക്കുകയാണ്. നിലവിൽ ഈ അത്യാഡംബര ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചതായി ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ സ്ഥലങ്ങളിലെയൊക്കെ കോണ്ടാക്റ്റുകൾ ശേഖരിക്കുകയും പിന്നാലെ ആ പരിശോധന കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ അതിർത്തി പ്രദേശങ്ങളിലെ കോടതികളിലും പോലീസിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ട്. കാരണം സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ നിലയിലൊരു നീക്കം നടത്തുന്നത്. ഇന്നലെയും കാസർഗോഡ് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കവും പോലീസിന്റെ നടപടിയുമൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ ഈ അതിർത്തികളുള്ള കോടതികൾ, ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ തന്നെ കർണാടകയിലെ ചില തോട്ടം മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിരുന്നതായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. വ്യാപകമായ പരിശോധന അതുമായി ബന്ധപ്പെട്ട നടത്തുന്നുമുണ്ട്. സംസ്ഥാനത്തിന് പുറത്തും ഫെമിലിയറായ ഒരു മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ 9 ദിവസമായി ഒളിവിലിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നൊരു വലിയ ചോദ്യം പോലീസിന് മുൻപിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ക്ഷീണമാണ്. ഈ ഒരുപക്ഷെ കോടതിയിൽ കീഴടങ്ങിയാൽ പോലും അത് പോലീസിന് ഏൽക്കുന്ന തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പിടികൂടുക എന്നൊരു നീക്കത്തിലേക്ക് പോലീസ് തയ്യാറെടുക്കുന്നത്. അതിനിടയിൽ ഇന്ന് ഈ അതിജീവിതയെ അപമാനിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഒപ്പം സന്ദീപ് വാര്യരുടെ ജാമ്യാപേക്ഷയും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കും. അല്പസമയത്തിനകം തന്നെ കോടതി ആ കേസ് പരിഗണിക്കും. രാഹുൽ ഈശ്വർ നിലവിൽ റിമാൻഡിലാണ്. ഒപ്പം തന്നെ സന്ദീപ് വാര്യറാകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ രണ്ട് കേസുകളിലെയും കോടതി ഇടപെടൽ കൂടി നിർണായകമാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ കൂടി. ഇന്നലെ തന്നെ സലിം വന്ന വിവരം ഓൺലൈനിലൂടെ തന്നെ അതിനുള്ള ശ്രമങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ തുടർ നീക്കങ്ങൾ കൂടി ഉണ്ടാകും ഇന്ന് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ അനുജ, ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വേഗത്തിൽ സമീപിക്കും. അത് ഇന്ന് തന്നെ സമീപിക്കാനാണ് തീരുമാനം. വളരെ വേഗത്തിൽ ആ ഹർജി പരിഗണിക്കണമെന്നൊരു ആവശ്യമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ മുഖേന നടത്തുക. കഴിഞ്ഞ ദിവസം തന്നെ ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ വിധിപ്പകർപ്പ് ഒറ്റവാക്കിലായിരുന്നു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെ അതിലെ വിവരങ്ങൾ, ഈ ജഡ്ജ്മെന്റിന്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ സമയമെടുത്തത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അക്കാര്യങ്ങളും പൂർണ്ണമായി അഭിഭാഷകന് ലഭിച്ചിട്ടുണ്ട്. പിന്നാലെ ഹൈക്കോടതിയിലേക്ക് ആ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് ഉൾപ്പെടെ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിനായി നൽകുക എന്നുള്ളതാണ് അടുത്ത നീക്കം. ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ വീണ്ടും ഒളിവിൽ തുടരാനാകും രാഹുൽ മാങ്കൂട്ടത്തിലെ തീരുമാനം. അത് എന്തായാലും അതിനു മുൻപ് തന്നെ അന്വേഷണ സംഘം രാഹുലിന്റെ തൊട്ടുപിറകെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അനുജ, ഇതിപ്പോൾ ഇന്നലെ തന്നെ രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ വിശദാംശങ്ങൾ തേടാൻ അതിന് സന്നദ്ധയാണ് എന്ന് അതിജീവിത അറിയിച്ചിട്ടുണ്ട്. അതിന്റെ സമയവും സൗകര്യവും ഒക്കെ അറിയിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള നീക്കങ്ങൾ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണോ നമ്മൾ അറിയുന്നത് സലിം?
അനുജ, അതിജീവിതയുടെ സമയം ചോദിച്ചിട്ടുണ്ട്. അതിജീവിതയ്ക്ക് എപ്പോൾ സൗകര്യം ആ സമയത്തേക്ക് മൊഴി രേഖപ്പെടുത്താം, അത് എവിടെ അങ്ങോട്ട് ചെന്നെങ്കിൽ അങ്ങോട്ട് ചെന്ന് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘം പറയുന്നത്. ഈ മൊഴി രേഖപ്പെടുത്താനായി ഇങ്ങോട്ട് ഹാജരാകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊട്ടും വൈകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ഒന്നാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചാൽ പോലും രണ്ടാമത്തെ കേസിൽ മൊഴി കൂടി രേഖപ്പെടുത്തി ഈ രണ്ടാമത്തെ കേസ് കൂടി ഒന്നിച്ചു വരികയോ അതല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം നിഷേധിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതല്ല, നിലവിൽ ഇപ്പോൾ ഒറ്റ കേസിൽ മാത്രമാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരുപക്ഷേ ജാമ്യം ലഭിച്ചാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള മറ്റ് നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അതിനായി നിലവിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകളും ഒപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഒരു ഘട്ടം പിന്നിട്ടതാണ്. അതിന് പിന്നാലെയാണ് ആ പരാതി KPCCക്ക് മുൻപിലെത്തുകയും അത് അന്വേഷണ സംഘത്തിന് കൈമാറപ്പെടുകയും ചെയ്തത്. ഇനി മൊഴി രേഖപ്പെടുത്തുക കൂടി ചെയ്താൽ എന്നതാണ് അതിജീവിത അതിനുള്ള സന്നദ്ധത അറിയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. നിഖിൽ പ്രമേശിലേക്ക് കൂടി പോകുന്നു. നിഖിൽ, ഈ 9ാം ദിവസവും എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിനെ കുറിച്ച് വിവരമില്ല. അപ്പോൾ ആ തരത്തിൽ അന്വേഷണം എങ്ങനെയാണ്? ഇന്നലെ നമ്മൾ ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിലൊക്കെ വലിയ പോലീസ് സന്നാഹമൊക്കെ കണ്ടു. എന്താണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, MLA ഇല്ലാതെ 9ാം ദിവസവും പാലക്കാട് നഗരം, പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകളിലെല്ലാം തന്നെ ഇപ്പോൾ തങ്ങളുടെ MLA എവിടെ, വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നിയമസഭയിലേക്ക് അയച്ച MLA എവിടെ എന്നുള്ള ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഇവിടെ ആളുകളുമായി സംസാരിക്കുമ്പോൾ രാഹുലിന് അനുകൂലമായി പറഞ്ഞിരുന്ന ആളുകൾ പോലും ഈ പുതിയ വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ, തുടരെ പരാതികൾ വരുന്ന പശ്ചാത്തലത്തിൽ രാഹുലിനോടുള്ള നിലപാട് അല്പം കൂടി കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് ഹോസ്ദുർഗ് കോടതിയിലെത്തി രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കീഴടങ്ങിയേക്കുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും പോലീസിന് പിടികൊടുക്കാതെ നേരിട്ട് കോടതിയിൽ ഹാജരാകുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാഹുൽ കരുതിയിരുന്നതും ആ തരത്തിൽ തന്നെയായിരുന്നു. പക്ഷെ രാഹുലിന്റെ നീക്കങ്ങളെ മാറ്റാൻ നേരെ ട്വിസ്റ്റ് ചെയ്യാൻ കാരണമാക്കിയത് ഈ കോടതിക്ക് മുന്നിൽ പൊടുന്നനെ ഉണ്ടായ പോലീസിന്റെ വലിയ രീതിയിലുള്ള സാന്നിധ്യവും DYFI യുവമോർച്ച പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നുമാണ്. സത്യത്തിൽ ഈ കർണാടകയിലുള്ള മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഹുൽ സത്യത്തിൽ കരുതുന്നത് ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താൻ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു റൂട്ട് പ്ലാൻ. അവിടേക്കുള്ള യാത്രാമധ്യേ രാഹുലിനെ പിടികൂടുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്ലാനും. പക്ഷെ അത് അപ്പാടെ പൊളിയുന്ന സാഹചര്യം ഉണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ്. അതായത് കോടതിക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം രൂപപ്പെടുന്നു. അപ്പൊ രാഹുലിന് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇതിനിടെ രാഹുൽ പിടിയിലായി എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും 9ാം നാൾ പാലക്കാട്ട് MLA ഇല്ലാതെ തുടരുമ്പോൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണം എന്നുള്ളത് കൂടി നമ്മൾ വായിക്കണമല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ DCC പ്രസിഡന്റ് A തങ്കപ്പനെ കണ്ടു, ജില്ലയിൽ നിന്നുള്ള MP VK ശ്രീകണ്ഠനെ കണ്ടു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ പൂർണ്ണമായി തള്ളുകയാണ് രാഹുലിനെ. രാഹുൽ പാലക്കാട്ടെ ഒരു ഘടകമേ അല്ല, അദ്ദേഹം ഒരു MLA മാത്രമാണ്, UDF വിജയിപ്പിച്ച ഒരു MLA ആണ്, അത് നിലനിൽക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുലിനെ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നതുകൊണ്ട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇനി ഒരിക്കലും രാഹുൽ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകില്ല. അത്തരത്തിലുള്ള ഒരു ആശങ്കയെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പ് സാധ്യത എന്തായാലും ഇല്ല. എന്നിരിക്കെ പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറും. അതിന് രാജിവെക്കുന്നതാണ് ഉചിതം എന്നുള്ളത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളത് രണ്ടാമത്തെ കേസിൽ അന്വേഷണം അത് ഉടൻ തന്നെ അതിജീവിത മൊഴിയെടുക്കലിലേക്ക് കടക്കും എന്നതാണ്. ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലാകും ഇതിന്റെ അന്വേഷണം നടക്കാൻ പോകുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആ നടപടിയും ഉടൻ തന്നെ ഉണ്ടാകും. 9ാം ദിനവും ഒളിവിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.